സാറയുടെ ക്രിക്കറ്റ് സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബറിലാണ്. പക്ഷേ ട്രെയിനിങ്, ക്ലബിൻ്റെ വക ട്രെയിനിങ് എല്ലാം അടുത്ത ആഴ്ച തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പം സാറേനെ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് അത്യാവശ്യം നല്ല രീതിയിലൊരു ട്രെയിനിങ് വീട്ടിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം ഞങ്ങൾ അടുത്തുള്ള ഒരു പാർക്കിൽ കൊണ്ടുപോയി അവിടെയും കുറച്ച് ട്രെയിനിങ് കൊടുത്തു, ഔട്ട്ഡോർ ട്രെയിനിങ്. എന്നാലാണ് നമുക്കിത് മനസ്സിലാകത്തുള്ളൂ സാറയുടെ ലിമിറ്റേഷൻസും കാര്യങ്ങളും. നമ്മൾ ഈ നെറ്റ്സിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ളൊരു ധാരണ കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ ഔട്ട്ഡോർ ചെന്നപ്പം ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒത്തിരി ഷോട്ട്സ്, എയറിലാണ് ഷോട്ട്സ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി തിരിച്ചു വന്ന് വീണ്ടും ആ മിസ്റ്റേക്സുകളെല്ലാം കറക്റ്റ് ചെയ്യാനുള്ള ട്രെയിനിങ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു വീട്ടിൽ തന്നെ. പക്ഷേ സാറ് ഭയങ്കര കോപ്പറേറ്റീവ് ആട്ടോ. കാര്യം ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ പറയുമെങ്കിലും പുള്ളിക്കാരത്തി ഇതിനിറങ്ങിത്തിരിക്കും. അങ്ങനെ ബുദ്ധിമുട്ടില്ല. പിന്നെ ഞങ്ങളും ഭയങ്കര ലക്കിയാണ്. സാറ ഭയങ്കര ഈസി ഗോയിങ് ആയിട്ടുള്ളൊരു ചൈൽഡാണ്. കണ്ടോ, സാറയ്ക്ക് ഇടയ്ക്ക് ഒരു ഇറക്കെ കിട്ടാറുണ്ട് കേട്ടോ. ഇടയ്ക്ക് കിടന്ന് കരയാറുമുണ്ട്. നമ്മളതൊന്നും വിടാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം പുള്ളിക്കാരത്തിക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ലേ നമുക്ക് ചെയ്യേണ്ടത്. പുള്ളിക്കാരത്തിയുടെ അമ്മ വന്ന് കളി കാണുന്നതോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നതോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരത്തി ടോപ്പ് പെർഫോമറാവും. Wow. Shot, see the difference. Yeah.